ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ അനോമലി സ്കാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗർഭകാലം, ഒരു ജീവന് മറ്റൊരു ജീവൻ ജന്മം നൽകാൻ തയ്യാറെടുക്കുന്ന സമയം. ഒട്ടനവധി ആശങ്കകളും സംശയങ്ങളുമായിരിക്കും ഈ ഒരു ടൈമിൽ ഒരമ്മക്കുണ്ടാവുക. പ്രഗ്നൻസിയിലെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കാനിങ് ആണ് അനോമലി സ്കാൻ. ഇതിന് TIFFA എന്നും പറയാറുണ്ട്. ടാർഗറ്റ് ഇമേജിംഗ് ഫോർ ഫീറ്റസ് അനോമലീസ്. ഈ ഒരു സ്കാനിങ് 5-ാം മാസം അല്ലെങ്കിൽ 18-21 ആഴ്ചക്കുള്ളിലാണ് ഈ ഒരു സ്കാനിങ് നടന്നു വരുന്നത്. ഈ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ എല്ലാ അവയവങ്ങളും രൂപപ്പെട്ടിട്ടുണ്ടാവും. ഇത് NT സ്കാനിങ് പോലെ തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. വയറിൻ്റെ മുകളിലൂടെയാണ് ഈ ഒരു സ്കാനിങ് ചെയ്തു വരുന്നത്. എന്നാൽ ചില കേസിൽ ട്രാൻസ് വജൈനൽ സ്കാനിങ്ങിന് നിർദ്ദേശിക്കാറുണ്ട്. ഈ ഒരു സ്കാനിങ് 30 മിനിറ്റോളം എടുത്ത് വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന ഒരു സ്കാനിങ് ആണ്. ചില സമയങ്ങളിൽ ഇതിൽ കൂടുതലും ആവാറുണ്ട്. ഈ ഒരു സമയം കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളും ശരീരഭാഗവും 90% വളർച്ച പ്രാപിച്ചിട്ടുണ്ടാകും. ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരവികാസം, വളർച്ച, സ്ഥാനം, തലച്ചോറ്, വൈകല്യങ്ങൾ, നാഡീവ്യൂഹം, ഇതിലെ ചെറിയ നാഡികളും എല്ലുകളും, കുഞ്ഞിൻ്റെ കൈകാലുകൾ, വിരലുകൾ, ചെറിയ അസ്ഥികൾ എന്നിവയെല്ലാം കാണാൻ സാധിക്കുകയും ഇവയ്ക്ക് വൈകല്യങ്ങൾ എന്തോ ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയും ചെയ്യും. കുഞ്ഞിൻ്റെ വളർച്ച എത്രത്തോളം എത്തിയിട്ടുണ്ടെന്നും തല, ഹൃദയം, ജനനേന്ദ്രിയം, വയർ, കുടൽ, കൈകാലുകൾ, മുഖത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റ്, കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൻസും വൈകല്യങ്ങളും, ഡൗൺ സിൻഡ്രോം പോലെയുള്ള വൈകല്യങ്ങൾ എന്നിവയൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കുഞ്ഞിൻ്റെ കിഡ്നി, കുഞ്ഞിൻ്റെ മൂത്രവിസർജനം സാധാരണയാണോ? അതായത് 4-ാം മാസം മുതൽ കുഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ മൂത്രമൊഴിച്ചിരിക്കും. ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കുഞ്ഞിൻ്റെ അസ്ഥികളും അവയുടെ മാംസവും ആന്തരിക അവയവങ്ങൾ ചാരനിറവും പുള്ളിയുള്ളതുമായി കാണപ്പെടും. സ്കാനിങ് ശ്രദ്ധിച്ചാൽ മതി. കുഞ്ഞിൻ്റെ ചുറ്റുമുള്ള അമ്നോട്ടിക് ദ്രാവകം കറുത്തതായി കാണപ്പെടും. ഈ ഒരു സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ രൂപം സ്ക്രീനിങ്ങിലൂടെ നിങ്ങളെ ഡോക്ടർ കാണിച്ചിരിക്കും. ഈ ഒരു സ്കാനിങ്ങിൽ ഡൗൺ സിൻഡ്രോം പോലുള്ള വൈകല്യങ്ങൾ ഉണ്ടോ എന്നും ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ 50% വരെ ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ കുഞ്ഞിൻ്റെ അളവ്, അമ്നോട്ടിക് ദ്രാവകത്തിൻ്റെ അളവ്, പ്ലാസൻ്റയുടെ സ്ഥാനം, കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതികൾ, സൈസ്, വളർച്ചാ വികാസങ്ങൾ, ചെറുതു മുതൽ വലുതു വരെയുള്ള വൈകല്യങ്ങൾ, ഇവയെല്ലാം ഈ ഒരു സ്കാനിങ്ങിലൂടെ കാണാൻ സാധിക്കും. ഈ ഒരു സ്കാനിങ്ങിൽ നിങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും ചെറുതായിട്ടുള്ള കുഴപ്പങ്ങളാണെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ, അത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഡോക്ടർക്ക് കഴിയും. അതേപോലെ ഇനി ജന്മനാ ഉള്ള വൈകല്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അബോർഷന് വേണ്ടിയിട്ട് നിങ്ങളോട് നിർദ്ദേശിക്കാനും ഈ ഒരു സ്കാനിങ്ങിലൂടെ സാധിക്കും. കുഞ്ഞിൻ്റെ മാത്രമല്ല അമ്മയുടെ ആരോഗ്യസ്ഥിതിയും ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യവുമൊക്കെ ഈ ഒരു സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സ്കാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കൂട്ടുകാരെ, ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി. ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്കും എനിക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.